നമസ്കാരം സുഹൃത്തുക്കളെ, ഫോക്കസ് ട്യൂഷൻ സെന്ററിന്റെ പുതിയൊരു ഇൻഫർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ആദ്യമേ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. ഓണം എക്സാം അടുത്തിരിക്കുകയാണ്. എല്ലാവരും ഓണം എക്സാമിന്റെ പ്രിപ്പറേഷനിലായിരിക്കും. അപ്പോൾ നിങ്ങൾക്കൊരു സപ്പോർട്ടായിട്ട് മാത്സിലെ കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സും പ്രീവിയസ് ആയിട്ട് ചോദിച്ച കുറച്ച് ചോദ്യങ്ങളും നമുക്ക് എങ്ങനെ ചെയ്യണമെന്ന് ഡിസ്കസ് ചെയ്യാം. അതിലൂടെ നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്ത എല്ലാ ഫാക്റ്റുകളും പറഞ്ഞു പോകാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഈ വീഡിയോയ്ക്കകത്ത് കഴിഞ്ഞ തവണ മുൻ വർഷങ്ങളിൽ ചോദിച്ച ബേസിക് ലെവൽ ക്വസ്റ്റ്യൻസ് തൊട്ട് കുറച്ച് ഹയർ ലെവലായിട്ടുള്ള ക്വസ്റ്റ്യൻസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ആ ക്വസ്റ്റ്യനോടൊപ്പം തന്നെ നമ്മളെ ചാപ്റ്ററിൽ ഈ ടോപ്പിക്കുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന റിലേറ്റഡ് ഫാക്ട് എന്തൊക്കെയാണെന്ന് കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നിങ്ങൾക്കിപ്പോൾ നമുക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും. നമ്മുടെ ഫസ്റ്റ് ചാപ്റ്ററായ അരിത്തമെറ്റിക് സീക്വൻസിലെ ക്വസ്റ്റ്യൻ ആണ്. വളരെ ബേസിക് ആയിട്ടുള്ള അരിത്തമെറ്റിക് സീക്വൻസിന്റെ ബേസിക് ഐഡിയ വെച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ് കാണാൻ പറ്റുന്നത്. അതിൽ എ പാർട്ട് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഒരു റൈറ്റ് ആൻഡ് അരിത്തമെറ്റിക് സീക്വൻസ് വിത്ത് ഫസ്റ്റ് ടേം 3, ആദ്യത്തെ ടേം 3 ആയിട്ട് വരുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, അരിത്തമെറ്റിക് സീക്വൻസ് എഴുതണമെങ്കിൽ ഒരു തുടക്കവും വേണം, ഒരു ഫിക്സഡ് നമ്പർ നമുക്ക് ആഡ് ചെയ്ത് പോവുകയും വേണം. അപ്പൊ തുടങ്ങുന്ന ടേമിനെ നമ്മൾ ഫസ്റ്റ് ടേം എന്ന് പറയും. ക്വസ്റ്റ്യനിൽ കൃത്യമായിട്ട് പറയുന്നു സീക്വൻസ് ഏതിൽ സ്റ്റാർട്ട് ചെയ്യണമെന്നാണ്. 3യിൽ സ്റ്റാർട്ട് ചെയ്യണം. അപ്പൊ 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സീക്വൻസ് ആണ് നമുക്ക് എഴുതേണ്ടത്. അപ്പൊ സ്റ്റാർട്ടിങ് നമുക്ക് മാറ്റാൻ പറ്റില്ല. പിന്നെ നമുക്ക് സീക്വൻസ് എഴുതാൻ വേണ്ടത് ആഡ് ചെയ്ത് പോകാൻ ഒരു നമ്പർ. അതിന് നമ്മൾ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതു വ്യത്യാസം എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഒരു നമ്പർ നമുക്ക് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാം. പ്രത്യേകിച്ച് കോമൺ ഡിഫറൻസിനെ കുറിച്ചൊന്നും പറയാത്തത് കൊണ്ട് ഇഷ്ടമുള്ള ഒരു നമ്പർ ചൂസ് ചെയ്യാം. അപ്പൊ ഞാനിവിടെ സ്ക്രീനിൽ ഒരു സീക്വൻസ് എഴുതാം. അപ്പൊ അവർ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം നമുക്ക് ഫസ്റ്റ് ടേം എന്ത് തന്നെ വരണം, 3 തന്നെ വരണം. ഇനി അടുത്ത് നമുക്ക് തൽക്കാലം ഞാൻ കോമൺ ഡിഫറൻസ് ആയിട്ട്, അതായത് പൊതുവ്യത്യാസം ആഡ് ചെയ്ത് പോവേണ്ട സംഖ്യ ആയിട്ട് ഞാനൊരു 3യെ തന്നെ സെലക്ട് ചെയ്യുന്നു. അപ്പൊ കോമൺ ഡിഫറൻസ് ആയാൽ ആര് തന്നെ വരുന്നത് കരുതുക, 3 തന്നെ വരുന്നത് കരുതുക. അപ്പൊ അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ടേം കിട്ടാൻ നമുക്ക് ഈ 3യോട് നമ്മൾ ഫിക്സ് ചെയ്ത നമ്പറായ 3 എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അപ്പൊ 3യോട് 3 ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു, സെക്കൻഡ് ടേം നമുക്ക് 6 എന്ന് കിട്ടുന്നു. ഇനി ഇതുപോലെ തേർഡ് ടേം മൂന്നാമത്തെ പദം കിട്ടാൻ വേണ്ടി ഈ 6നോട് നമ്മൾ 3 കൂടെ ആഡ് ചെയ്യുക. അപ്പൊ 6നോട് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്തെന്ന് കിട്ടുന്നു, 9 എന്ന് കിട്ടുന്നു. അടുത്ത ടേമിലോട്ട് പോകണമെങ്കിൽ ഈ 9നോട് 3 കൂടെ ആഡ് ചെയ്യുക. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്രയെന്ന് കിട്ടും, 12 എന്ന് കിട്ടും. അങ്ങനെ നമുക്ക് 3, 6, 9 എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ്, ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് 3യിലാണ്. നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ട് അല്ലെങ്കിൽ ആഡ് ചെയ്യാൻ ഉപയോഗിച്ച നമ്പറായിട്ട് വെച്ചിരിക്കുന്നത് 3 തന്നെയാണ്. അപ്പൊ അങ്ങനെ നമുക്ക് 3യിൽ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് കിട്ടി. ഇതാണ് അതിന്റെ നമ്മുടെ എ പാർട്ടിന്റെ ആൻസർ. ഇവിടെ നമുക്ക് ആകെ ഒരു കണ്ടീഷൻ, ആ ഫസ്റ്റ് ടേം 3 ആകണമെന്ന് മാത്രമേ ഉള്ളൂ. ആഡ് ചെയ്ത് പോകേണ്ട അല്ലെങ്കിൽ കോമൺ ഡിഫറൻസ് നമുക്ക് ഇഷ്ടമുള്ള നമ്പർ സെലക്ട് ചെയ്യാം. അതുകൊണ്ട് തന്നെ കൂട്ടുകാർക്ക് വേറെ 3 എന്ന് പറയുന്ന നമ്പറിന് പകരം മറ്റ് നമ്പറുകൾ ഉപയോഗിച്ചും സീക്വൻസ് എഴുതാവുന്നതാണ്. സ്റ്റാർട്ടിങ് 3 ആവണമെന്ന് മാത്രമേ ഉള്ളൂ. ഇനി ഇതിന്റെ ബി പാർട്ടായിട്ട് ചോദിച്ചിരിക്കുന്ന ചോദ്യം, നമ്മൾ എഴുതുന്ന സീക്വൻസ്, അതായത് കൂട്ടുകാരിപ്പം ഏത് നമ്പറാണോ കണ്ടിന്യൂസ് ആയിട്ട് ആഡ് ചെയ്ത് എഴുതിയത് അപ്പോൾ നമുക്കൊരു സീക്വൻസ് കിട്ടും. ഏത് സീക്വൻസ് ആണോ നമ്മൾ എഴുതിയത് ആ സീക്വൻസിന്റെ എന്ത് കണ്ടുപിടിക്കുക, 10th ടേം കണ്ടുപിടിക്കുക. ഫൈൻഡ് ഇറ്റ്സ് 10th ടേം, 10ാമത്തെ പദം കണ്ടുപിടിക്കുക എന്നതാണ് ചോദ്യം. അപ്പൊ നമുക്കിപ്പം സീക്വൻസ് നമ്മുടെ കയ്യിലുണ്ട്, നമ്മൾ ആഡ് ചെയ്ത ഫിക്സഡ് നമ്പറായ 3യും നമ്മുടെ കയ്യിലുണ്ട്, ആഡ് ചെയ്ത് ഫിക്സഡ് നമ്പറായ 3യും നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് 10th ടേമിലോട്ട് എത്തണമെങ്കിൽ x10 ഈക്വൽ ടു 10th ടേമിൽ നമുക്ക് എത്തണം. അപ്പൊ നമുക്ക് നിലവിൽ സീക്വൻസ് ഉള്ളത് കൊണ്ട് തന്നെ ഫസ്റ്റ് ടേമിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ x1 ഫസ്റ്റ് ടേം നമ്മൾ x1 എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പൊ x1 ഞാൻ എഴുതി. ഫസ്റ്റ് ടേമിൽ നിന്ന് മുന്നോട്ടാണ് നമുക്ക് പോകേണ്ടത്. 10th ടേമിൽ എത്തണമെങ്കിൽ നമ്മൾ മുന്നോട്ട് സഞ്ചരിക്കണം. അപ്പൊ മുന്നോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് ഈ ഫസ്റ്റ് ടേമിനോട് എന്ത് ചെയ്യണം, നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഫിക്സഡ് നമ്പർ ആഡ് ചെയ്യണം. ഇനി അവിടെ ഒരു ചോദ്യം വരുന്നത്, ഈ ഫസ്റ്റ് ടേമിനോട് എത്ര തവണ നമ്മൾ കോമൺ ഡിഫറൻസ് ആയിട്ട് എടുത്തു വെച്ചിരിക്കുന്ന 3 ആഡ് ചെയ്യണം എന്നതാണ് ചോദ്യം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ വേണ്ടിയുള്ള ഒരു എളുപ്പ വഴി എന്ന് പറഞ്ഞാൽ, ഇത്രയും നമ്മൾ എഴുതി കഴിയുമ്പോൾ ഇവിടെ പൊസിഷനായിട്ട് നമുക്ക് എത്തേണ്ട 10 ഉണ്ട്, ഇവിടെ പൊസിഷനായിട്ട് നമ്മൾ ഫസ്റ്റ് ടേമിനോ തുടങ്ങിയപ്പോൾ 1 കാണാം. അപ്പൊ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യും എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഈ 2 പൊസിഷൻസ് തമ്മിൽ ജസ്റ്റ് ഒന്ന് മൈനസ് ചെയ്താൽ മാത്രം മതി. എന്ന് പറഞ്ഞാൽ 10ൽ നിന്ന് എത്ര മൈനസ് ചെയ്യാം, 1 മൈനസ് ചെയ്യാം. അപ്പൊ 10ൽ നിന്ന് 1 മൈനസ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് x1 + 9d എന്ന് എഴുതാൻ പറ്റും. 10 - 1 എന്ന് പറഞ്ഞാൽ 9 ആണ്. അപ്പൊ
x1 പ്ലസ് 9d എന്ന് എഴുതാം. അതിൽ ഫസ്റ്റ് ടേം നമ്മുടെ സീക്വൻസിൽ നോക്കിയാൽ മനസ്സിലാവും. ഫസ്റ്റ് ടേം 3ലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. അപ്പൊ 3 കിട്ടും പ്ലസ് 9 ഇൻറ്റു കോമൺ ഡിഫറൻസ്, അതായത് നമ്മൾ ആഡ് ചെയ്യാൻ ഉപയോഗിച്ച് ഫിക്സഡ് നമ്പറും ആര് തന്നെയാണ്, 3 തന്നെയാണ്. അപ്പൊ ഈ കാൽക്കുലേഷൻ ചെയ്ത് കഴിയുമ്പോഴേക്കും നമുക്ക് എന്ത് കിട്ടും, 10ാമത്തെ ടേം കിട്ടും. അതായത് 3 പ്ലസ് 9 ഇൻറ്റു 3 നമുക്കറിയാം എത്രയാണ്, 27 ആണ്. അപ്പൊ 27നോട് 3 കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും, 30 എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസിലെ 10ാമത്തെ ടേം എന്ന് പറയുന്നത് നമുക്ക് എത്രയാണെന്ന് പറയാം, 30 ആണെന്ന് പറയാം. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് അരിത്തമെറ്റിക് സീക്വൻസിന്റെ വളരെ ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അത് വെച്ച് സോൾവ് ചെയ്യേണ്ട സിമ്പിൾ ആയിട്ടൊരു പ്രോബ്ലമാണ്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇവിടെ പറഞ്ഞിരിക്കുന്നത് നമ്മുടെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ് 4ാമത്തെ ചാപ്റ്ററായ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിൽ നിന്നും സ്ഥിരം ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ്. സ്ഥിരം ചോദിച്ച് കാണാറുള്ള ഒരു ക്വസ്റ്റ്യനാണ് കാണാൻ പറ്റുന്നത്. അവിടെ ക്വസ്റ്റ്യനിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഇഫ് ദ ലെങ്ത് ഓഫ് സൈഡ്സ് ഓഫ് എ സ്ക്വയർ ഈസ് ഇൻക്രീസ്ഡ് ബൈ 2 meters, ഇറ്റ്സ് ഏരിയ ബിക്കംസ് 81 സ്ക്വയർ മീറ്റേഴ്സ് എന്ന് പറഞ്ഞ കാര്യം ഇതാണ്. നമ്മുടെ കയ്യിൽ ആദ്യം ഒരു സ്ക്വയർ ഉണ്ടെന്ന് നിങ്ങൾ സങ്കല്പിക്കുക. നമ്മുടെ കയ്യിൽ ഒരു സ്ക്വയർ ഉണ്ട്. എന്നിട്ട് എന്താ പറയുന്നത്, നമ്മുടെ കയ്യിലുള്ള ഈ സ്ക്വയറിന്റെ എല്ലാ സൈഡുകളും എത്ര മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു, 2 മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പം ഇൻക്രീസ് ചെയ്യുന്നെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, സ്വാഭാവികമായിട്ടും നേരത്തെ ഉണ്ടായിരുന്നതിൽ നിന്ന് നമ്മുടെ സ്ക്വയറിന്റെ വലിപ്പം എന്ത് ചെയ്യണം, കൂടുതലാവും. അപ്പൊ അത് പുതുതായിട്ട് കിട്ടുന്ന സ്ക്വയർ ഇത്തരത്തിലാണ്, കുറച്ചുകൂടെ വലിയ സൈസിലുള്ള സ്ക്വയർ ആണെന്ന് കരുതുക. ഇത്തരത്തിലുള്ള വലിയ സൈസിലുള്ള എന്താണ്, സ്ക്വയർ ആണെന്ന് കരുതുക. അപ്പൊ നമ്മുടെ ചോദ്യം, ഇങ്ങനെ പുതുതായിട്ട് കിട്ടിയ ഈ സ്ക്വയറിന്റെ ഏരിയ അങ്ങനെ 2 മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്തപ്പോൾ പുതുതായിട്ട് കിട്ടിയ സ്ക്വയറിന്റെ ഏരിയ എത്രയാണെന്ന് പറയുന്നു, 81 മീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നു. അതായത് പുതുതായിട്ട് കിട്ടുന്ന സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് ഈക്വൽ ടു നമുക്ക് എത്രയാണെന്ന് പറയാം, 81 ആണെന്ന് പറയാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ചോദ്യം, നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എത്ര, അതായത് നമ്മുടെ കയ്യിൽ ആദ്യം ഒരു ചെറിയ സ്ക്വയർ കണ്ടോടെ ഈ ചെറിയ സ്ക്വയറിന്റെ സൈഡിന്റെ ലെങ്ത് എത്രയെന്നാണ് ചോദ്യം. അപ്പൊ ഇങ്ങനെ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ, അതായത് രണ്ടാംകൃതി സമവാക്യങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് ഏതൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചാലും ക്വസ്റ്റ്യനകത്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. എന്താണോ അവർ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കാൻ പറയുന്ന വാല്യൂ, ചിലപ്പോൾ അത് സൈഡിന്റെ ലെങ്ത് ആയിരിക്കാം, ചിലപ്പോൾ നമ്പേഴ്സ് ആയിരിക്കാം. അങ്ങനെ എന്താണോ ക്വസ്റ്റ്യനകത്ത് കണ്ടുപിടിക്കാൻ പറയുന്നത് ആ കണ്ടുപിടിക്കേണ്ട വാല്യൂവിനെ നമുക്ക് എന്തായിട്ട് സങ്കല്പിക്കാം, ഏതെങ്കിലും ഒരു ലെറ്റർ കൊടുത്ത് സങ്കല്പിക്കാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ലെറ്റർ എക്സ് ആണ്. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡിനെ എന്തെന്ന് കൊടുക്കാം, എക്സ് എന്ന് കൊടുക്കാം. അപ്പൊ അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ അവർ പറഞ്ഞ കണ്ടീഷൻ പ്രകാരം പുതിയ സ്ക്വയറിലേക്ക്, അതായത് ലാർജർ ആയിട്ടുള്ള സ്ക്വയറിലേക്ക് വരുമ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന സ്ക്വയറിന്റെ സൈഡിനെ എത്ര മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു, 2 മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പൊ എക്സ് ആണ് നേരത്തെ ഉണ്ടായിരുന്ന സൈഡെങ്കിൽ പുതിയ സ്ക്വയറിന്റെ സൈഡായിട്ട് വരേണ്ടത് ഈ എക്സിനോട് നമ്മൾ എത്ര കൂടെ ആഡ് ചെയ്യണം, ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ കൂടുന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അതായത് എക്സിനോട് 2 കൂടെ ആഡ് ചെയ്യുമ്പോൾ പുതിയ സ്ക്വയറിന്റെ സൈഡ് എന്തായിട്ട് മാറും, x + 2 ആയിട്ട് മാറും. ഇനി അതിന്റെ തന്നെ ഏരിയ തന്നിട്ടുണ്ട്, 81 മീറ്റർ സ്ക്വയർ ആണ് തന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്, ഏരിയ സ്ക്വയർ ആണെങ്കിൽ ഏരിയ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം, നമുക്ക് അതിന്റെ സപ്പോർട്ടായിട്ട് അതിന്റെ സൈഡും ഇപ്പൊ കയ്യിലുണ്ട്. പുതിയ സ്ക്വയറിന്റെ സൈഡ് x + 2 എന്നും കയ്യിലുണ്ട്. അപ്പൊ സൈഡിന്റെ ലെങ്ത് അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ ചെയ്യേണ്ട കാര്യം എന്താണ്, സൈഡിന്റെ ലെങ്തിന്റെ എന്തെടുക്കുക, സ്ക്വയർ എടുക്കുക. നമുക്കറിയാം സ്ക്വയറിന്റെ സൈഡ് അറിയാമെങ്കിൽ ഏരിയ കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ സൈഡിന്റെ സ്ക്വയർ, സൈഡ് സ്ക്വയർ എന്ന് പറയാം. സൈഡ് x + 2 ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ ഏരിയ കിട്ടുന്നു. ആ ഏരിയ അവർ കൃത്യമായിട്ടും പറയുന്നു എത്ര മീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നു, 81 മീറ്റർ സ്ക്വയർ ആണെന്ന് പറയുന്നു. ഇതിൽ നിന്ന് ഈ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്യുക. ആരുടെ വാല്യൂ കണ്ടുപിടിക്കുക, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കുക. ആ എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ്. അപ്പൊ ഇപ്പൊ നോക്കുമ്പോഴേ നിങ്ങൾക്ക് മനസ്സിലാവും ലെഫ്റ്റ് സൈഡിലെ വാല്യൂ ഒരു കംപ്ലീറ്റ് സ്ക്വയർ ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് നമ്മൾ ആ ചാപ്റ്ററിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സ്ക്വയർ പ്രോബ്ലംസ് എന്ന് പറയുന്ന സ്ക്വയർ കംപ്ലീഷൻ എന്ന് പറയുന്ന ഫസ്റ്റ് പോർഷനുമായിട്ട് റിലേറ്റ് ചെയ്ത പ്രോബ്ലമാണ്. അപ്പൊ ഈ സ്ക്വയർ മാറ്റിക്കഴിഞ്ഞാൽ നമുക്ക് ആൻസറിലോട്ട് എന്ത് ചെയ്യാം, ഈസി ആയിട്ട് എത്താൻ പറ്റും. സ്ക്വയർ മാറ്റാൻ വേറെ ഒന്നും ചെയ്യേണ്ട, എന്ത് ചെയ്താൽ മതി, റൂട്ട് എടുക്കുക. അപ്പൊ റൂട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരു സൈഡിൽ മാത്രമായിട്ട് നമുക്ക് റൂട്ട് എടുക്കാൻ പറ്റില്ല. ഇക്വേഷന് 2 സൈഡിലും എന്ത് ചെയ്യണം, റൂട്ട് എടുക്കണം. ഇനി റൂട്ട് എടുക്കുമ്പോൾ ഒരു പ്രത്യേകത മനസ്സിലാക്കുക, സ്ക്വയർ ഉള്ള സൈഡ് ആണെങ്കിൽ നമ്മൾ ആ സൈഡിൽ തന്നെ റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ സ്ക്വയറും റൂട്ടും അങ്ങ് ക്യാൻസൽ ആയിട്ട് പോകുമെന്ന് മനസ്സിലാക്കി വെക്കുക. സ്ക്വയറും റൂട്ടും ക്യാൻസൽ ആയിട്ട് നമുക്ക് ആ ബ്രാക്കറ്റിനകത്ത് നിൽക്കുന്ന വാല്യൂ ആയി എന്തെന്ന് കിട്ടുന്നു, റൂട്ട് എടുത്ത് കഴിയുമ്പോൾ x + 2 എന്ന് കിട്ടുന്നു.
റൈറ്റ് സൈഡിലോട്ട് നമ്മൾ വരുമ്പോൾ 81 ഉള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? 81ന്റെ എന്ത് കണ്ടുപിടിക്കണം? റൂട്ട് കണ്ടുപിടിക്കണം. അതായത് റൂട്ട് 81. റൂട്ട് 81 നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് 9 ആണ്. കാര്യം 9ന്റെ സ്ക്വയർ ആണ് 81. അപ്പൊ 81ന്റെ റൂട്ട് എടുക്കുമ്പോൾ എന്ത് കിട്ടണം? 9 കിട്ടണം. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി x + 2 = 9. ആ ഇക്വേഷൻ സോൾവ് ചെയ്താൽ നമുക്ക് ആരെ കണ്ടുപിടിക്കാം? എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാം. എക്സിന്റെ വാല്യൂ കിട്ടാൻ +2നെ നമ്മൾ എന്താക്കി മാറ്റുക? റൈറ്റ് സൈഡിലോട്ട് മാറ്റുക. റൈറ്റ് സൈഡിലോട്ട് മാറ്റുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന 9 കൊടുക്കുന്നു. പ്ലസ് റൈറ്റിലോട്ട് പോയി കഴിഞ്ഞാൽ എന്തായിട്ട് മാറുമെന്ന് അറിയാം? നമുക്ക് മൈനസ് ആയിട്ട് മാറുമെന്ന് അറിയാം. അപ്പൊ 9 - 2 എന്ന് എഴുതാം. 9 - 2ന്റെ ആൻസർ നമ്മൾ പഠിച്ചിട്ടുള്ളത് എത്രയാണ്? 7 എന്ന് നമുക്ക് കിട്ടുന്നു. അപ്പൊ 9 - 2ന്റെ ആൻസർ 7 എന്ന് പറഞ്ഞാൽ മീനിങ് എക്സ് നമുക്ക് എത്രയാണെന്ന് കിട്ടി? 7 ആണെന്ന് കിട്ടി. 7 എന്തെന്ന് എഴുതാം? മീറ്റർ ആണെന്ന് എഴുതാം. അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂ 7 കിട്ടുമെങ്കിൽ മീനിങ് എന്താണ്? ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡാണ് നമ്മൾ എത്രയെന്ന് എടുത്തിരിക്കുന്നത്? എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. ഇവിടെ നിൽക്കുന്ന ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡാണ് നമ്മൾ എക്സ് എന്ന് എടുത്തിരിക്കുന്നത്. ആ എക്സിന്റെ വാല്യൂ 7 മീറ്റർ എന്ന് കിട്ടി. അപ്പോൾ അതിന്റെ മീനിങ് എന്താണ്? ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 7 മീറ്റർ ആണ്. അവിടെ ആകെ അറിയേണ്ട ഇത്ര കാര്യമേ ഉള്ളൂ. കണ്ടുപിടിക്കാൻ എന്താണോ അവർ പറഞ്ഞിരിക്കുന്നത് അതിന് നമുക്കൊരു ലെറ്റർ കൊടുക്കാം. ഇപ്പോൾ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് ആയതുകൊണ്ട് അതിന് നമ്മൾ എക്സ് എന്ന് കൊടുത്തു. അതിൽ നിന്ന് നമ്മൾ പുതിയ സ്ക്വയറിലോട്ട് വരുമ്പോൾ എല്ലാ സൈഡുകളും 2 മീറ്റർ വെച്ച് ഇൻക്രീസ് ചെയ്യുന്നു എന്ന് പറയുന്നു. അപ്പൊ ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് എക്സ് ആണെങ്കിൽ പുതിയ സ്ക്വയറിന്റെ സൈഡ് x + 2 ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ ഏരിയയും നമുക്ക് ഗിവൺ ആണ്, തന്നിട്ടുള്ളതാണ്. 81 തന്നിട്ടുണ്ട്. അപ്പൊ സൈഡ് കിട്ടിക്കഴിഞ്ഞാൽ ഏരിയ കണ്ടുപിടിക്കാൻ സൈഡിന്റെ സ്ക്വയർ എടുക്കുന്നു. = ആ ഗിവൺ ഏരിയ കൊടുക്കുക. അതിനെ സോൾവ് ചെയ്യാൻ സ്ക്വയർ മാറ്റിയാൽ മതി. സ്ക്വയർ മാറ്റാൻ രണ്ട് സൈഡ് നമ്മൾ റൂട്ട് അപ്ലൈ ചെയ്യുന്നു. റൂട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. ഒരു സൈഡിൽ മാത്രമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റില്ല. രണ്ട് സൈഡിൽ റൂട്ട് അപ്ലൈ ചെയ്യുക. സ്ക്വയർ ഉള്ള സൈഡിൽ റൂട്ട് വരുമ്പോൾ സ്ക്വയർ റൂട്ട് ക്യാൻസൽ ആയിട്ട് പോയിട്ട് അകത്തുള്ള വാല്യൂ, ബ്രാക്കറ്റ് അകത്ത് നിൽക്കുന്ന വാല്യൂ നമുക്ക് x + 2 എന്ന് കിട്ടും. 81ന്റെ റൂട്ട് 9 ആയിട്ട് മാറും. ആ ഇക്വേഷൻ നമ്മൾ സോൾവ് ചെയ്തെടുക്കുമ്പോൾ എക്സിന്റെ വാല്യൂ എത്രയെന്ന് കിട്ടുന്നു? 7. അതായത് നമുക്ക് വേണ്ട ഒറിജിനൽ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് 7 മീറ്റർ ആണെന്ന് പറയാം. ഇങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് ബേസിക് ആയിട്ടുള്ള ഈ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനിലാണെങ്കിലും വളരെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് അതിനകത്തുള്ളത്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. സ്ഥിരം നമ്മുടെ എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ഓണപരീക്ഷയെന്നല്ല, നമ്മുടെ 10ാം ക്ലാസ്സിലെ മാത്സ് ക്വസ്റ്റ്യൻ പേപ്പർ ഏതെടുത്താലും മൂന്നാമത്തെ ചാപ്റ്റർ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസസ് അഥവാ സാധ്യതകളുടെ ഗണിതം എന്ന ചാപ്റ്ററിൽ നിന്നും സ്ഥിരം കണ്ടുവരുന്നത് അതിൽ തന്നെ ഒരു ടോപ്പിക്കായ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി, ജാമിതീയ സാധ്യത എന്ന് പറയുന്ന ഭാഗത്ത് നിന്നും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് കാണാൻ പറ്റുന്നത്. ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്ത് ആണെങ്കിലും നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാം. നമ്മൾ ഈ ഫിഗറിനെ ബേസ് ചെയ്താണ് ക്വസ്റ്റ്യൻ. കാണുമ്പോഴേ അറിയാം ഒരു വലിയ സ്ക്വയർ കൊടുത്തിട്ടുണ്ട്. ആ സ്ക്വയർ, വലിയ സ്ക്വയറിനകത്ത് ഒരേ സൈസിലുള്ള 3 സ്ക്വയറുകൾ, 1, 2, 3 ഒരേ സൈസിലുള്ള 3 സ്ക്വയറുകൾ എന്ത് ചെയ്യുന്നു? ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ആദ്യത്തെ പാർട്ട് ചോദ്യം എന്ന് പറയുന്നത് ഈ വലിയ സ്ക്വയറിനെ ഒരേ സൈസുള്ള, സെയിം സൈസുള്ള ചെറിയ സ്ക്വയറുകളായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്താൽ ഷെയ്ഡ് ചെയ്ത സ്ക്വയറുകൾ ഉൾപ്പെടെ എത്ര സ്ക്വയർ നമുക്ക് ഈ വലിയ സ്ക്വയറിനകത്ത് കണ്ടുപിടിക്കാൻ പറ്റും? അപ്പൊ അങ്ങനെ കിട്ടണമെങ്കിൽ വേറൊന്നുമില്ല, ഈ തന്നിരിക്കുന്ന ചെറിയ സ്ക്വയറുകളുടെ സൈസിൽ നമ്മൾ ഈ വലിയ സ്ക്വയറിന് എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഒന്ന് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി. ഇതാ ഇങ്ങനെ ലൈൻസ് വരച്ച് കഴിയുമ്പോൾ നമുക്ക് ഈ വലിയ സ്ക്വയറിനെ ഒരേ സൈസുള്ള എന്താക്കി മാറ്റാം? അതായത് ചെറിയ സ്ക്വയർ ഓൾറെഡി അവർ തന്നിട്ടുള്ള അതേ സൈസിലുള്ള ചെറിയ സ്ക്വയറുകളാക്കി മാറ്റാം. ഇനി അതിന്റെ നമ്പർ എണ്ണി നോക്കിയാൽ മതി. നോക്കിയല്ല, ഫസ്റ്റ് റോയിൽ നോക്കിയാൽ 3 ചെറിയ സ്ക്വയർ, സെക്കൻഡ് റോയിൽ നോക്കിയാലും 3 ചെറിയ സ്ക്വയർ, തേർഡ് റോയിൽ നോക്കിയാലും 3 ചെറിയ സ്ക്വയർ. അങ്ങനെ 3, 3, 3 വെച്ച് ടോട്ടൽ എത്ര ഉണ്ടെന്ന് പറയാം നമുക്ക്? എ പാർട്ടിന്റെ ആൻസർ ഒരേ സൈസുള്ള എത്ര ചെറിയ സ്ക്വയറുകൾ ഉണ്ടെന്ന് ചോദിച്ചാൽ എത്രയെന്ന് പറയാം? 9. കാൽക്കുലേഷൻ ഒന്നുമില്ല, ജസ്റ്റ് ആ ലൈൻസ് വരച്ച് നോക്കിയാൽ മാത്രം മതി. ഇനി അടുത്ത് ബി പാർട്ട് അവർ ചോദിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞാല് ഈ പറയുന്ന തന്നിരിക്കുന്ന വലിയ സ്ക്വയർ എന്ന് പറയുന്ന നമ്മുടെ ഷേപ്പ്, ആ ഷേപ്പിനകത്ത് അല്ലെങ്കിൽ ആ ഫിഗറിനകത്ത് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, നോക്കാതെ ആ ഫിഗറിലേക്ക് നോക്കാതെ ഒരു ഡോട്ട് മാർക്ക് ചെയ്യുന്നു. അങ്ങനെ മാർക്ക് ചെയ്യുന്ന ഡോട്ട് ഇവിടെ 3 സ്ക്വയറുകൾ അവർ ചെറിയ സ്ക്വയറുകൾ ഷെയ്ഡ് ചെയ്ത് കാണിച്ചിട്ടുണ്ട്. ഈ ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യുന്ന ഡോട്ട് വരാനുള്ള പ്രോബബിലിറ്റി എത്രയാണ് അല്ലെങ്കിൽ സാധ്യത എത്രയെന്നാണ് ചോദ്യം. അതായത് ഈ ചെറിയ 3 സ്ക്വയറിലും നമ്മൾ മാർക്ക് ചെയ്യുന്ന ഡോട്ട് വരേണ്ട സാധ്യത എത്രയെന്ന് കണ്ടുപിടിക്കണം. നമ്മൾ ആ ജോമെട്രിക്കൽ പ്രോബബിലിറ്റിയുടെ ഭാഗത്ത് പഠിക്കുന്നത് സാധാരണ ജോമെട്രിക്കൽ പ്രോബബിലിറ്റി ചെയ്യണമെങ്കിൽ ഫേവറബിൾ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട ഭാഗത്തിന്റെ ഏരിയ പരപ്പളവ് ബൈ എന്താണ്? ആ തന്നിരിക്കുന്ന വലിയ ഫിഗറിന്റെ പരപ്പളവ് ഏരിയ. അത് ബേസ് ചെയ്താണ് നമ്മൾ ചെയ്യുന്നത്. പക്ഷെ അവിടെ നമുക്ക് കുറച്ചുകൂടെ ഏരിയയിലോട്ട് പോവാതെ തന്നെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് എങ്ങനെ ആൻസർ ചെയ്യാന്ന് ചോദിച്ചാൽ നമുക്ക് തന്നിരിക്കുന്ന ഷേപ്പിനെ
ഈക്വൽ സൈസിലുള്ള പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ, തന്നിരിക്കുന്ന ചിത്രത്തിന് ഒരേ വലിപ്പമുള്ള ചെറിയ ചെറിയ ഭാഗങ്ങളായിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഏരിയയിലോട്ട് പോവേണ്ട കാര്യമില്ല. ആ പാർട്ടുകളുടെ നമ്പർ, എണ്ണം വെച്ച് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാം. ഇപ്പൊ ഓൾറെഡി നമ്മൾ ഈ ചിത്രത്തിൽ നോക്കുകയാണെങ്കിൽ ആ വലിയ സ്ക്വയറിനെ ചെറിയ ഒരേ സൈസുള്ള 9 പാർട്ടുകളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ആൻസറിലോട്ട് പോവാൻ ഏരിയയിലോട്ട് പോവേണ്ട കാര്യമില്ല. ആദ്യം നമുക്ക് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ, ടോട്ടൽ അതിനകത്ത് എത്ര ചെറിയ സ്ക്വയറുകൾ ഉണ്ടെന്ന് എഴുതുക. നമ്മളിപ്പോൾ ഓൾറെഡി ഫസ്റ്റ് പാർട്ടിൽ ആൻസർ പറഞ്ഞു, 9 ചെറിയ സ്ക്വയറുകളാണുള്ളത്. അതിൽ നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ള പാർട്ട് എന്ന് പറയുന്നത് ആ 3 ഷെയ്ഡ് ചെയ്ത ചെറിയ സ്ക്വയറുകളാണ്. അപ്പൊ ആ 3 എണ്ണമാണ് നമുക്ക് ഫേവറബിൾ ആയിട്ടുള്ളത്. അപ്പൊ ന്യൂമറേറ്ററിൽ ഫേവറബിൾ ആയിട്ടുള്ള എണ്ണം എത്രയെന്ന് കൊടുക്കുക? 3 എന്ന് കൊടുക്കുക. നമ്മുടെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 3/9 എന്ന് എഴുതാം. പക്ഷേ നമ്മൾ പ്രോബിലിറ്റി എപ്പോഴും അതിന്റെ സിംപ്ലസ്റ്റ് ഫോമിലാണ് എഴുതുന്നത്. അപ്പൊ കോമൺ ആയിട്ട് ഫാക്ടേഴ്സ് ഉണ്ടെങ്കിൽ നമ്മൾ അതുകൊണ്ട് ഡിവൈഡ് ചെയ്ത് സിമ്പിൾ ആയിട്ട് എഴുതുക. 3 9 നമുക്കറിയാം 3യുടെ മൾട്ടിപ്പിൾസ് ആണ്. അതുകൊണ്ട് തന്നെ ന്യൂമറേറ്ററിനെയും ഡിനോമിനേറ്ററിനെയും നമുക്ക് എന്ത് ചെയ്യാം? 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 3-നകത്ത് എത്ര പ്രാവശ്യം കിട്ടും? 3. ഒരു പ്രാവശ്യം നമുക്ക് എടുക്കാം. 9-നകത്ത് എത്ര പ്രാവശ്യം കിട്ടുന്നു? 3 പ്രാവശ്യം. അങ്ങനെ നമ്മുടെ ആൻസർ എത്രയെന്ന് കിട്ടുന്നു? 1/3 എന്ന് കിട്ടുന്നു. എന്ന് പറഞ്ഞാൽ ഈ ഫിഗറിനകത്ത് നമ്മൾ നോക്കാതെ ഒരു ഡോട്ട് മാർക്ക് ചെയ്താൽ അത് ആ ഷെയ്ഡ് ചെയ്ത 3 പാർട്ടിൽ വരേണ്ട പ്രോബിലിറ്റി എന്ന് പറയുന്നത് 1/3 ആണ്. ഇനി മുന്നേ ഒരു തവണ ചോദിച്ചതാണ് ഇതുപോലെ മറ്റൊരു ഫിഗർ തന്നിട്ട് ഷെയ്ഡ് ചെയ്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബിലിറ്റിയും ചോദിച്ചു. അടുത്ത പാർട്ടായിട്ട് അവർ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബിലിറ്റിയും ചോദിച്ചു. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് പ്രോബിലിറ്റി എങ്ങനെ പറയാൻ പറ്റും? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് ഡോട്ട് വരേണ്ട പ്രോബിലിറ്റി. അതിനുവേണ്ടി വേറൊന്നും ചെയ്യാനില്ല. ഇത് പറഞ്ഞതുപോലെ തന്നെ ടോട്ടൽ 9 പാർട്ടുകൾ. അതിനകത്ത് ഫിഗറിലേക്ക് നമ്മൾ നോക്കുമ്പോൾ മൊത്തം ഇവിടെ ഉള്ള 3 പാർട്ടിൽ ഷെയ്ഡ് വരുന്നില്ല. ഈ 3 പാർട്ടിൽ എന്ത് വരുന്നില്ല? ഷെയ്ഡ് വരുന്നില്ല. അങ്ങനെ ഷെയ്ഡ് വരാത്ത ടോട്ടൽ എത്ര പാർട്ടുകളുണ്ട്? 6 പാർട്ടുകൾ. അപ്പൊ ഷെയ്ഡ് ചെയ്യാത്ത നമ്മുടെ ഫേവറബിൾ 6 ഷെയ്ഡ് ചെയ്യാത്ത പാർട്ടുകളുണ്ട്. അപ്പൊ 6 നമ്മൾ കൊടുത്തു. ഇനി നമ്മൾ ഇവിടെ നോക്കിയാൽ 2ഉം 3യുടെ മൾട്ടിപ്പിൾ ആയതുകൊണ്ട് തന്നെ നമുക്ക് 3 കൊണ്ട് കട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്ത് എഴുതാം. 6-നകത്ത് 3 നോക്കിയാൽ നമുക്ക് എത്ര ടൈംസ് കിട്ടുന്നു? 2 ടൈംസ് കിട്ടുന്നു. 9-നകത്ത് എത്ര ടൈംസ് കിട്ടുന്നു? 3 ടൈംസ്. അങ്ങനെ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും? ഷെയ്ഡ് ചെയ്യാത്ത ഭാഗത്ത് പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ, ഡോട്ട് വരാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിക്കുന്നതെങ്കിൽ നമുക്ക് ആൻസർ എത്രയെന്ന് പറയാം? 2/3 ആണെന്ന് പറയാം. അങ്ങനെ വളരെ സിമ്പിൾ ആയിട്ട് കാൽക്കുലേഷൻ ഒന്നും ഇല്ലാതെ ജസ്റ്റ് അവിടുത്തെ പാർട്ടുകളുടെ എണ്ണം വെച്ച് നമുക്ക് ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ കാണുമ്പോൾ കുറച്ച് വലുതായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ നമുക്ക് കോൺസെപ്റ്റ് കൃത്യമായിട്ട് അറിയാമെങ്കിൽ വളരെ സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകും. ഇതും വളരെ ബേസിക് ആയിട്ടൊരു കോൺസെപ്റ്റ് ആണ്. നമ്മുടെ 2ാമത്തെ ചാപ്റ്റർ സർക്കിൾസ്, വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന 4-5 പാർട്ടുകളായിട്ട് ആ ചാപ്റ്റർ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഓരോ പാർട്ടിൽ നമ്മൾ ഓരോ കോൺസെപ്റ്റ് പഠിക്കുന്നുണ്ട്. അവിടുത്തെ കൃത്യമായിട്ട് കോൺസെപ്റ്റുകൾ നമുക്ക് അറിയാമെങ്കിൽ ആ കോൺസെപ്റ്റ് അപ്ലൈ ചെയ്ത് ആൻസർ കണ്ടുപിടിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇവിടെ നമുക്കൊരു ഫിഗർ, ഒരു സർക്കിൾ തന്നിട്ടുണ്ട്. സർക്കിളിന്റെ സെന്റർ ഇവിടെ O എന്ന് മാർക്ക് ചെയ്തിട്ടുണ്ട്. സർക്കിളിന്റെ ബൗണ്ടറിയിലെ 3 പോയിന്റുകൾ A എന്നും B എന്നും ഇവിടെ C എന്നും തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യനിൽ നമുക്ക് 2 ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അത് കണ്ടുപിടിക്കാൻ കൃത്യമായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ അവരൊരു കണ്ടീഷൻ തരുന്നു. ഈ ഫിഗറിൽ OAയും ABയും ഈക്വൽ ആണ്. നമ്മൾ ഫിഗറിലോട്ട് നോക്കിയാൽ OA എന്ന് പറയുന്നത് സർക്കിളിന്റെ ഒരു റേഡിയസ് ആണ്. AB എന്ന് പറയുന്നത് ആ സർക്കിളിലെ ഒരു കോഡ് ഞാനാണ് AB ആയിട്ട് വരുന്നത്. അത് രണ്ടും ഈക്വൽ ആണെന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ AOB എന്ന് പറഞ്ഞാൽ ഇവിടെ സെന്ററിൽ ഫോം ചെയ്യുന്ന ആംഗിളും ACB എന്ന് പറഞ്ഞാൽ C എന്ന് പറയുന്ന പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ, ഈ 2 ആംഗിളും കണ്ടുപിടിക്കും. അതിനുവേണ്ടി ഒരു കാര്യം കൂടെ നമുക്കിതിൽ നമ്മുടെ കയ്യിൽ നിന്ന് നമ്മൾ സ്വന്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് OAയും OBയും ഇതിന് രണ്ടിനുള്ള പ്രത്യേകത എന്താണ്? OAയും OBയും പിക്ചർ കാണുമ്പോഴേ നമുക്കറിയാം OAയും OBയും സർക്കിളിന്റെ റേഡിയസുകളാണ്. ഒരു സർക്കിളിന്റെ ഏത് റേഡിയസ് എടുത്താലും അല്ലെങ്കിൽ എത്ര റേഡിയസുകൾ നമ്മൾ എടുത്താലും റേഡിയസുകളെല്ലാം എപ്പോഴും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഇപ്പൊ നമ്മൾ ഈ ട്രയാങ്കിൾ AOB എന്ന് പറയുന്ന ട്രയാങ്കിളിലേക്ക് നോക്കുകയാണെങ്കിൽ അതിന്റെ 3 സൈഡുകൾ ഇപ്പൊ ഈക്വൽ ആണെന്ന് പറയാം. OAയും ABയും ഓൾറെഡി അവർ ഈക്വൽ തന്നിട്ടുണ്ടായിരുന്നു. OAയോട് നമ്മുടെ OB എന്ന് പറയുന്ന റേഡിയസ് കൂടെ ഈക്വൽ ആകുന്നു. അങ്ങനെ ഈ ട്രയാങ്കിളിലെ OAB എന്ന് പറയുന്ന ട്രയാങ്കിളിലെ 3 സൈഡുകളും ഈക്വൽ ആയി. 3 സൈഡുകളും ഈക്വൽ ആയി കഴിഞ്ഞാൽ നമ്മൾ ട്രയാങ്കിളിന് ഒരു പേര് വിളിക്കും, അല്ലെ? വെറുതെ ട്രയാങ്കിൾ എന്നല്ല പറയുന്നത്. 3 സൈഡും ഈക്വൽ ആവുന്ന ട്രയാങ്കിൾ നമ്മൾ വിളിക്കുന്ന പേരെന്താണ്? ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. മലയാളത്തിൽ പറഞ്ഞാൽ സമഭുജ ത്രികോണം. സമഭുജ ത്രികോണം.
സമഭുജ ത്രികോണമാണെന്ന് പറയാം. ഓക്കെ ആണല്ലോ. കാര്യം 3 സൈഡുകൾ ഈക്വൽ ആണ്. 3 സൈഡുകളും ഈക്വൽ ആയി കഴിയുമ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന കാര്യം ആംഗിൾസിനെ കുറിച്ച് എന്ത് പറയാൻ പറ്റും? സൈഡുകൾ 3 ഈക്വൽ ആണെങ്കിൽ ആംഗിൾസ് 3 എന്തായിട്ട് കിട്ടും? ഈക്വൽ ആയിട്ട് കിട്ടും. അങ്ങനെ ആംഗിൾസ് 3 ഈക്വൽ ആകുമ്പോൾ നമുക്കറിയാം ഇക്വലേറ്റർ ട്രയാങ്കിളിലെ ഓരോ ആംഗിളും എത്ര ഡിഗ്രി വെച്ചാണ്? 60 ഡിഗ്രി വെച്ചാണെന്ന് അറിയാം. ആ ഒരു ഐഡിയ നമുക്കുണ്ടെങ്കിൽ AOB എന്ന് പറയുന്ന ആംഗിൾ ഡയറക്റ്റ് നമുക്ക് പറയാം എത്ര ഡിഗ്രി ആണെന്ന് പറയാം? 60 ഡിഗ്രി ആണെന്ന് പറയാം. ഇനി ഇപ്പൊ നമ്മള് AOB എന്ന് പറയുന്ന ആംഗിൾ 60 എന്ന് പറഞ്ഞു. ഈ ആംഗിളിന്റെ പ്രത്യേകത എന്താ? നമ്മുടെ AB എന്ന് പറയുന്ന കോഡ് എടുത്താൽ ആ കോഡ് സെന്ററുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ, അതായത് കോഡിന്റെ AB എന്ന കോഡിന്റെ സെൻട്രൽ ആംഗിൾ ആണ് 60 ഡിഗ്രി എന്ന് കിട്ടിയത്. അപ്പൊ സെൻട്രൽ ആംഗിൾ അറിയാമെങ്കിൽ ഓൾട്ടർനേറ്റ് ആർക്കിലെ ആംഗിൾ കണ്ടുപിടിക്കാൻ നമ്മളൊരു റിലേഷൻ പഠിച്ചിട്ടുണ്ട്. സെൻട്രൽ ആംഗിളിന്റെ മെഷർ എന്താണോ അതിന്റെ ഹാഫ് ആയിരിക്കും എവിടെ വരുന്നത്? ഓൾട്ടർനേറ്റ് പാർട്ടിൽ ഏത് പോയിന്റ് എടുത്താലും ആ പോയിന്റിൽ ഫോം ചെയ്യുന്ന ആംഗിൾ. അപ്പൊ സെൻട്രൽ ആംഗിൾ 60 കിട്ടിയെങ്കിൽ ഓൾട്ടർനേറ്റ് പാർട്ടിലെ ആംഗിൾ കിട്ടാൻ 60യുടെ എന്തെടുത്താൽ മതി? ഹാഫ് എടുത്താൽ മതി. അതായത് 60 ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. 60യുടെ ഹാഫ് നമുക്ക് സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. എത്ര ഡിഗ്രി ആണെന്ന് പറയാം? 30 ഡിഗ്രി ആണെന്ന് പറയാം. അതായത് രണ്ടാമത് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്ന ACB എന്ന് പറയുന്ന ആംഗിൾ 30 ഡിഗ്രി ആണ് നമുക്ക് നിസ്സംശയം പറയാൻ പറ്റും. ഓക്കെ ആണോ? കണ്ട ബേസിക് ആയിട്ടുള്ള ഐഡിയാസ് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ, കോൺസെപ്റ്റ് കയ്യിലുണ്ടെങ്കിൽ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് സിമ്പിൾ ആയിട്ട് ആൻസർ ചെയ്ത് മുന്നോട്ടുള്ള വലിയ വലിയ ക്വസ്റ്റ്യനിലോട്ട് പോകാൻ പറ്റും. അതായത് A പാർട്ടിൽ നമുക്ക് കിട്ടിയ ആംഗിൾ എന്ന് പറയുന്നത് ആംഗിൾ AOB 60 ഡിഗ്രിയും, B പാർട്ടിൽ നമുക്ക് കിട്ടിയ ആംഗിൾ ACB എത്രയാണെന്ന് പറയാം? 30 ഡിഗ്രി ആണെന്ന് പറയാം. അങ്ങനെ ഈ പറയുന്ന ക്വസ്റ്റ്യനും വളരെ ബേസിക് ആയിട്ടുള്ള സർക്കിളിൽ, അതായത് വൃത്തങ്ങൾ എന്ന് പറയുന്ന ചാപ്റ്ററിലെ കോൺസെപ്റ്റ് വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. ക്വസ്റ്റ്യൻസ് മനസ്സിലാവും. ഈ ക്വസ്റ്റ്യന്റെ ആൻസറും സുഹൃത്തുക്കൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. അടുത്ത് പറഞ്ഞിരിക്കുന്നത് കണ്ടോ? അതും ഈ ക്വസ്റ്റ്യനും അരിത്തമെറ്റിക് സീക്വൻസ് എന്ന ചാപ്റ്ററിലെ ഒരു ക്വസ്റ്റ്യൻ ആണ്. കുറച്ചുകൂടെ നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കി ചെയ്യേണ്ടത്, എന്നാൽ ടെക്സ്റ്റ് ബുക്കിൽ സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ലെവലിലുള്ള ഒരു ക്വസ്റ്റ്യനാണ്. ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ഫോർമാറ്റിലുള്ള ക്വസ്റ്റ്യൻ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അവരിതാ ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. 4, 7, 10 എക്സെട്ര എന്ന് പറയുന്ന ഒരു അരിത്തമെറ്റിക് സീക്വൻസ് തന്നിട്ടുണ്ട്. ഒന്നാമത്തെ ചോദ്യം ബേസിക് ഐഡിയ ആണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? ഹൗ മെനി ടൈംസ് ദ കോമൺ ഡിഫറൻസ് ഈസ് ടു ബി ആഡഡ് ടു ദ ഫസ്റ്റ് ടേം ടു ഗെറ്റ് 20th ടേം എന്ന് പറഞ്ഞ മീനിങ് ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടേമിനോട് നമ്മൾ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് ഏത് ടേമിൽ എത്താൻ പറ്റുമെന്നാണ് ചോദ്യം. 20th ടേമിൽ എത്താൻ പറ്റും. X20 എത്താൻ പറ്റും. അതായത് 20ാമത്തെ ടേമിലോട്ട് എത്താൻ ഫസ്റ്റ് ടേമിനോട് എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം, അതാണ് ചോദ്യം. ഇതേ ഒരു ഐഡിയ നമ്മൾ ആദ്യം പറഞ്ഞ ക്വസ്റ്റ്യനിൽ അപ്ലൈ ചെയ്തതാണ്. അതായത് 20ാമത്തെ ടേമിലോട്ടാണ് എത്തേണ്ടത്, എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. നമ്മൾ ഇതിനൊരു ഇക്വേഷൻ രൂപത്തിലോട്ടാകുമ്പോൾ കൃത്യമായിട്ട് ഇവിടെ 2 പൊസിഷനുകൾ, 20 എന്ന് പറയുന്ന പൊസിഷനും 1 എന്ന് പറയുന്ന പൊസിഷനും നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അത് കിട്ടാൻ വേണ്ടി വേറെ ഒന്നും ചെയ്യാനില്ല. ഈ കാണാൻ പറ്റുന്ന 2 പൊസിഷന്റെയും എന്താണ് എടുക്കുക? ഡിഫറൻസ് എടുക്കുക. അതായത് 20ൽ നിന്ന് 1 മൈനസ് ചെയ്യും. 20ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ നമുക്കറിയാം ആൻസർ എത്ര കിട്ടും? 19 എന്ന് പറഞ്ഞാൽ A പാറിന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ A പാറിന്റെ ആൻസർ ഇത്രയേ ഉള്ളൂ. ഫസ്റ്റ് ടേമിനോട് 19 ടൈംസ് 19 തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടുമെന്നാണ്? 20ാമത്തെ ടേം കിട്ടും. ഇതുപോലെ തന്നെ ഫസ്റ്റ് ടേമിൽ നിന്ന് തന്നെ തുടങ്ങണമെന്നില്ല. ഉദാഹരണത്തിന് വേറെ ഇതേ ക്വസ്റ്റ്യൻ തന്നെ ഇപ്പൊ 5th ടേം, നമ്മുടെ കയ്യിൽ 5th ടേം ഉണ്ടെന്ന് കരുതുക. ഈ 5th ടേമിനോട് എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ നമുക്ക് 25th ടേമിൽ എത്താൻ പറ്റും എന്ന് പറഞ്ഞാൽ X25 എത്താൻ പറ്റും എന്നാണ് ചോദിക്കുന്നതെന്ന് കരുതുക. ഫസ്റ്റ് ടേമിൽ നല്ല തുടങ്ങിയിരിക്കുന്നത് 5th ടേമിൽ നിന്നാണ് തുടങ്ങിയിരിക്കുന്നത്. എങ്ങനെ ചോദിച്ചാലും ഇവിടത്തെ എത്ര ടൈംസ് ആണെന്നുള്ളത് കണ്ടുപിടിക്കുക. നേരത്തെ പറഞ്ഞ ലോജിക്ക് തന്നെയാണ്. ഇത് എഴുതി കഴിയുമ്പോൾ 2 പൊസിഷനുകൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. 25 കാണാൻ പറ്റും, പിന്നെ ആരെയും കാണാൻ പറ്റും, 5 കാണാൻ പറ്റും. ഈ 2 പൊസിഷൻ കൂടെ ജസ്റ്റ് ഇവിടെ മൈനസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എത്ര തവണ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം എന്നുള്ള ആൻസർ കിട്ടും. അതായത് 25ൽ നിന്ന് 5 എന്ത് ചെയ്യുന്നു? മൈനസ് ചെയ്യും. മൈനസ് ചെയ്യുമ്പോൾ നമ്മുടെ ആൻസർ എന്തായിട്ട് മാറും? X5 പ്ലസ് എന്താണ്? 20 ടൈംസ് കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 5ാമത്തെ ടേമിനോട് 5th ടേമിനോട് 20 ടൈംസ് നമ്മൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുമ്പോൾ എന്ത് കിട്ടുന്നു? 25th ടേം കിട്ടും. അതാണ് അവിടുത്തെ ബേസിക് ഐഡിയ എന്ന് പറയുന്നത്. ഈ ഒരു ലോജിക്ക് നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ ഏത് ടേമിൽ നിന്ന് വേണോ അവർ ചോദിച്ചോട്ടെ നമുക്ക് എത്ര ടൈംസ് ആണ് കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യേണ്ടതെന്നുള്ള കാര്യം കണ്ടുപിടിക്കാൻ പറ്റും.
ഇനി ഇതിന്റെ ബി പാർട്ട് എന്ന് പറഞ്ഞാൽ ഷുവർ ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ മാർക്ക് ചെയ്ത് ഈ ക്വസ്റ്റ്യൻ വച്ചേക്കണം. എല്ലാ പരീക്ഷകളിലും സ്ഥിരം ചോദിക്കുന്നതാണ്. ഈ സീക്വൻസിനകത്ത് 103 എന്ന് പറയുന്നത് ഇവിടെ എഴുതിയിട്ടുള്ള നമ്പർ കൃത്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. 103 എന്ന് പറയുന്നത് ഈ സീക്വൻസിലെ ഒരു പദമായിട്ട് വരുമോ എന്നാണ് ചോദ്യം. അപ്പൊ അത് കണ്ടുപിടിക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? വളരെ സിമ്പിൾ ആണ്. 2 സ്റ്റെപ്പാണ്. ചിലപ്പോൾ പരീക്ഷയ്ക്ക് വരുമ്പോൾ 2 മാർക്കിന് വരെ ക്വസ്റ്റ്യൻ ചോദിക്കും. പക്ഷേ 2 സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാം? ആൻസറിലോട്ട് എത്താൻ പറ്റും. ചെയ്യേണ്ട കാര്യം ഇത്രേ ഉള്ളൂ. അവർ ഏത് ടേമാണോ ചെക്ക് ചെയ്യാൻ പറയുന്നത്, ഇപ്പൊ 103 അല്ലേ സീക്വൻസിൽ ഉണ്ടോ ഇല്ലെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഏത് ടേമാണോ ചെക്ക് ചെയ്യാൻ പറയുന്നത് അതിൽ നിന്നും സീക്വൻസിലെ ഒരു ടേം മൈനസ് ചെയ്യണം എന്നതാണ് നമ്മുടെ റൂള്. പക്ഷേ കൂട്ടുകാർ പിന്നെ അത് കൺഫ്യൂഷൻ അടിക്കരുത്. ഫസ്റ്റ് ടേം മൈനസ് ചെയ്യണോ, സെക്കൻഡ് ടേം മൈനസ് ചെയ്യണോ, അല്ലെങ്കിൽ ഫിഫ്ത്ത് ടേം മൈനസ് ചെയ്യണോ, അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് വേണ്ട. നമ്മൾ എന്തെന്ന് പഠിക്കുക, തന്നിരിക്കുന്ന ഏത് ടേമാണോ ചെക്ക് ചെയ്യേണ്ടത് അതിൽ നിന്നും സീക്വൻസിലെ ഫസ്റ്റ് ടേമിനെ തന്നെ അങ്ങ് മൈനസ് ചെയ്യുക. എപ്പോഴും നിങ്ങൾ അങ്ങനെ തന്നെ അങ്ങ് പഠിക്കുക. സീക്വൻസിലെ ഫസ്റ്റ് ടേമിനെ തന്നെ എന്ത് ചെയ്യുക? മൈനസ് ചെയ്യുക. സീക്വൻസിലെ ഫസ്റ്റ് ടേം എത്രയായിരുന്നു? 4 ആയിരുന്നു. 4 മൈനസ് ചെയ്യുന്നു. ഇതിന്റെ ആൻസർ കണ്ടുപിടിക്കുമ്പോൾ നമ്മുടെ ഒന്നാമത്തെ സ്റ്റെപ്പ് കഴിയും. നമുക്കറിയാം 103 നിന്ന് 4 മൈനസ് ചെയ്താൽ ആൻസറിൽ എന്തായിട്ട് കിട്ടും? നമുക്ക് 99 എന്ന് കിട്ടും. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പിലോട്ട് കൂടെ ആകുമ്പോൾ നമ്മുടെ ആൻസർ കംപ്ലീറ്റ് ആവും. രണ്ടാമത്തെ സ്റ്റെപ്പ് ചെയ്യേണ്ടത്, ഇവിടെ നമുക്ക് ആൻസർ ആയിട്ട് കിട്ടിയ 99 ഈ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസത്തിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് നോക്കണം. അതായത് ഈ സീക്വൻസിലെ കോമൺ ഡിഫറൻസ് നമ്മൾ നോക്കിയല്ല, ഇവിടെ ഡി നമ്മളൊന്ന് കണ്ടുപിടിച്ച് നോക്കിയാൽ കൃത്യമായിട്ടും പറയാൻ പറ്റും. രണ്ടാമത്തെ ടേമായ 7 എന്ന് ഫസ്റ്റ് ടേമായ 4 മൈനസ് ചെയ്യുമ്പോൾ കോമൺ ഡിഫറൻസ് എത്രയെന്ന് കിട്ടുന്നു? 3 എന്ന് കിട്ടുന്നു. അപ്പൊ നമ്മൾ നോക്കേണ്ടത് ഈ കിട്ടിയ 99 3യുടെ മൾട്ടിപ്പിൾ ആകുമ്പോൾ നോക്കുക. അതെങ്ങനെ നമുക്ക് നോക്കാൻ പറ്റും? വളരെ സിമ്പിൾ ആണ് കാര്യം. മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യാൻ 99നെ 3യുടെ മൾട്ടിപ്പിൾ ആണോ എന്നല്ലേ നമുക്ക് നോക്കേണ്ടത്. ജസ്റ്റ് 3 കൊണ്ട് അങ്ങ് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ ബാലൻസ് വരാതെ, അതായത് റിമൈൻഡർ 0 ആകുന്ന രീതിയിൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ഡിവൈഡ് ചെയ്യാൻ പറ്റിയാൽ ഷുവർ ആയിട്ടും പറയാം 99 3യുടെ മൾട്ടിപ്പിൾ ആണെന്ന് പറയാം. നമുക്കറിയാം 9-നകത്ത് 3 എത്ര ടൈംസ് എടുക്കാം? നമുക്ക് 3 ടൈംസ് എടുക്കാം. അപ്പൊ 3 × 3 എന്തായിട്ട് മാറും? 9 ആവും. മൈനസ് ചെയ്യുമ്പോൾ നമുക്ക് 0 എന്ന് കിട്ടും. 9 വീണ്ടും താഴേക്ക് വരുമ്പോൾ 9 നമ്മുടെ കയ്യിലുണ്ട്. 9-നകത്ത് വീണ്ടും 3 എത്ര ആൻസർ? 9-നകത്ത് വീണ്ടും 3 എത്ര ടൈംസ് എടുക്കാം? 3 ടൈംസ് എടുക്കാം. 3 ടൈംസ് 3 എന്ന് പറയുന്നത് 9 ആണ്. അവിടെ മൈനസ് ചെയ്യുമ്പോൾ റിമൈൻഡർ കംപ്ലീറ്റ് ആയിട്ട് എന്താവുന്നു? 0 ആയിട്ട് മാറും. അപ്പൊ അതിന്റെ മീനിങ് ഈ കിട്ടിയ 99 നമുക്ക് ഇവിടെ ഒരു ആൻസർ കിട്ടിയല്ലോ, 33 ഇൻറ്റു നമുക്ക് നമ്മുടെ കോമൺ ഡിഫറൻസ് ആയ എത്രയെന്ന് കൊടുക്കാം? 3 എന്ന് എഴുതാം. അതായത് കോമൺ ഡിഫറൻസ് ആയ 3യുടെ മൾട്ടിപ്പിൾ എന്ന് എഴുതാൻ പറ്റും. 99 എന്ന് കിട്ടിയ ആൻസറിന് എഴുതാൻ പറ്റും. അതുകൊണ്ട് തന്നെ നമുക്ക് ഡയറക്റ്റ് പറയാൻ പറ്റും 103 ഷുവർ ആയിട്ടും ഈ സീക്വൻസിലെ ഒരു ടേം ആയിട്ട് വരും. എന്നാൽ ഈ മൾട്ടിപ്പിൾ ആണോ ചെക്ക് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് ഡിവിഷൻ ചെയ്യാൻ പറ്റിയില്ല, റിമൈൻഡർ 0 അല്ലാതെ ബാലൻസ് വരുന്നു. അങ്ങനെ വരുന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വെച്ച് പറയാൻ പറ്റും ആ തന്നിരിക്കുന്ന നമ്പർ ഈ സീക്വൻസിൽ എന്തായിട്ട് വരില്ല? ടേം ആയിട്ട് വരില്ല. വളരെ സിമ്പിൾ ആയിട്ട് 2 സ്റ്റെപ്പിൽ നമുക്ക് 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് കംപ്ലീറ്റ് ചെയ്യാം. ആ ലോജിക്കാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഏത് ടേമാണോ ചെക്ക് ചെയ്യാൻ പറയുന്നത് അതിൽ നിന്നും ഫസ്റ്റ് ടേമിനെ തന്നെ അങ്ങ് മൈനസ് ചെയ്തേക്കുക. കിട്ടുന്ന ആൻസർ സീക്വൻസിന്റെ കോമൺ ഡിഫറൻസിന്റെ മൾട്ടിപ്പിൾ ആണോ എന്ന് ചെക്ക് ചെയ്യാം. മൾട്ടിപ്പിൾ ആണെങ്കിൽ തന്നിരിക്കുന്ന നമ്പർ ടേം ആയിട്ട് വരും. മൾട്ടിപ്പിൾ അല്ല എങ്കിൽ തന്നിരിക്കുന്ന ടേം എന്താകില്ല? സീക്വൻസിലെ ടേം ആകില്ല. ഇതെല്ലാം ബേസിക് കോൺസെപ്റ്റുകളാണ്. നമ്മുടെ അരിത്തമെറ്റിക് സീക്വൻസുമായിട്ട് ബന്ധപ്പെടുത്തി പഠിക്കുന്ന ബേസിക് കോൺസെപ്റ്റുകളാണ്. അത് നമുക്ക് അറിയാമെങ്കിൽ ഇതുപോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം സിമ്പിൾ ആയിട്ട് എന്ത് ചെയ്യാം? ആൻസർ ചെയ്ത് പോകാൻ പറ്റും. കൂട്ടുകാർക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു.